കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്നു. ആ സമയത്ത് കൃഷ്ണ തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സിതാരയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പക്ഷേ അവിടെയുള്ള മുത്തശ്ശിക്ക് നവീനും നവീൻ്റെ അച്ഛനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അപ്പം മാണിക്കുഞ്ഞിനോട് കൂടെ വിളമ്പാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും വിളമ്പിയതിന് ശേഷം നമ്മുടെ കൃഷ്ണ പറയും മാണിക്കുഞ്ഞും കൂടെ ഇരിക്കാൻ പറയും. അപ്പോൾ പറയും അയ്യോ മേഡം വേണ്ട എന്ന് പറയാം. അങ്ങനെ നിർബന്ധിച്ച് മാണിക്കുഞ്ഞിനെയും കൂടി ഇരുത്തുവാണ്. അങ്ങനെ ഇരുത്തുന്ന സമയത്ത് ഇലയിൽ നിന്നൊരു ശർക്കര വരട്ട എടുത്തിട്ട് മുത്തശ്ശിയുടെ പായൽ വെച്ച് കൊടുക്കും. മുത്തശ്ശി ഒന്ന് കടിച്ച് നോക്കട്ടെ, മുത്തശ്ശിക്ക് പല്ലിന് ആരോഗ്യമുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ സിദ്ധാർത്ഥ പറയും മോളെ എന്തായി കാണിക്കുന്നതൊക്കെ ചോദിക്കും. അപ്പം മുത്തശ്ശി പറയും അതിനെന്താ കുഴപ്പമില്ല. അങ്ങനെ മുത്തശ്ശി അത് കടിക്കുന്ന സമയത്ത് പറയും നല്ല ഉറപ്പുണ്ടല്ലോ, എൻ്റെ മുത്തശ്ശി സുന്ദരി മാത്രമല്ല നല്ല ആരോഗ്യം ഉണ്ടെന്ന് പറയും. അങ്ങനെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ ഇതിൽ നിന്നൊരു പപ്പടം എടുത്തിട്ട് സ്വയം കഴിക്കുക. അപ്പോൾ സിതാര പറയും മോളെ നിനക്ക് ടേബിൾ മാനേഴ്സ് അറിയില്ല എന്നൊക്കെ ചോദിക്കുക. അപ്പം മുത്തശ്ശി പറയും എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയും. ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അവളുടെ സ്വഭാവ രീതിയിൽ വന്ന മാറ്റങ്ങളും എല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. നമ്മുടെ നവീനും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം യാത്ര പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ പോകാൻ വേണ്ടി തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണൻ മുത്തശ്ശിയെ പറയും ഞാൻ പോയിട്ട് വരാം, എനിക്ക് മുത്തശ്ശിയെ എൻ്റെ കൺമുന്നിൽ തന്നെയാണ്, ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്. അങ്ങനെ മുത്തശ്ശി നമ്മുടെ കൃഷ്ണയുടെ കയ്യിലൂടെ ഇങ്ങനെ തൊട്ട് താഴേക്ക് വരുമ്പോൾ ഈ വള കാണും. അപ്പം മുത്തശ്ശി ചോദിക്കും ഇത് എവിടുന്നാന്ന് ചോദിക്കും. ഇത് അപ്പം പെട്ടെന്ന് കൃഷ്ണയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ പറയും അപ്പം നമ്മുടെ നവീൻ്റെ അമ്മയും പറയും ഇത് നമ്മൾ ആ കളം വരയ്ക്കാൻ വന്ന കുട്ടിക്ക് കൊടുത്ത വളയല്ലേ, പിന്നെ അങ്ങനെ നിൻ്റെ കയ്യിൽ വന്നെന്ന് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് കൃഷ്ണയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ കൃഷ്ണ പറയും ശരിയായിരിക്കും, പക്ഷെ ആ കുട്ടി ഇത് വിറ്റിട്ടുണ്ടാകും. എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ പുതിയ പുതിയ കളക്ഷനൊക്കെ എടുത്തു വയ്ക്കുന്ന സ്വഭാവമുണ്ട്, അങ്ങനെ എടുത്തതാണെന്ന് പറയും. ഇതാരെയും പറയാം അതെ അതെ അങ്ങനെ എടുത്തതാണ് മോളെ, അത് വേണമെങ്കിൽ തിരിച്ചു കൊടുത്തേക്കാൻ പറയാം. അപ്പം മുത്തശ്ശി പറയും അയ്യോ വേണ്ട വേണ്ട വേണ്ട, അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയും. ഇത് ദൈവം കാണിച്ചു തന്നെയാണെന്നുള്ള രീതിയിൽ പറയാം. അപ്പം മുത്തശ്ശിക്ക് വളരെ സന്തോഷമാവുന്നു, കാരണം ദൈവത്തിൻ്റെ എന്തൊരു സാന്നിധ്യം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ സിദ്ധാരയോട് പറയും മേഡം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. ഞാൻ ആ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴെ വീണതല്ല, എന്നെ ആ കീർത്തി തള്ളിയിട്ടതാണ്, കീർത്തിയും കീർത്തിയുടെ അമ്മയും കൂടെ എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് സിദ്ധാരൻ ഞെട്ടും, നീ എന്തുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞില്ല എന്ന് പറയും. അത് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പ്രശ്നമാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. പക്ഷേ ഗാഥ മേഡം ആയിരുന്നെങ്കിൽ ഇപ്പം എന്ത് സംഭവിച്ചേനെ, അത് മേഡം ഓർത്താൽ മതി എന്ന് പറഞ്ഞു. ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു ഗാഥ മേഡം നവീനെ എത്രമാത്രം സ്നേഹിക്കുന്നു മേഡത്തിന് അറിയില്ലേ, മേഡം വളർത്തിയ ഒറ്റ മോളല്ലേ, അതേപോലെ എൻ്റെ അമ്മയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ, അപ്പം എനിക്കറിയാം അതിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുന്നു. അപ്പോൾ സിതാരയ്ക്ക് ഒരു ഇഷ്ടമൊക്കെ നമ്മുടെ കൃഷ്ണയോട് വന്നു തുടങ്ങുകയാണ്. കാരണം അവളുടെ സ്വഭാവ രീതികളൊക്കെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ഇഷ്ടം കൂടുകയാണ്. ഇവളൊരു നല്ല കുട്ടിയാണെന്നുള്ളൊരു ചിന്തയൊക്കെ അവരുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണ പറയും എന്തായാലും ശ്രദ്ധിക്കണം മാഡം, കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോകരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കണം, അവരെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ നവീൻ്റെ അമ്മ എല്ലാവരെയും വിളിച്ചു കൂട്ടി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അങ്ങനെ കീർത്തിയോട് ചോദിക്കും. കീർത്തിയോട് പറയും ഞാൻ എന്തായാലും കൃഷ്ണനെ തള്ളിയിടുന്ന കണ്ടില്ല, പക്ഷേ കൃഷ്ണൻ അവിടെ തൂങ്ങിക്കിടന്നപ്പോൾ ഒരു കമ്പ് വെച്ച് തള്ളി താഴെ ഇടാൻ നോക്കുന്നത് ഞാൻ കണ്ടെന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടെ അവരെ കുറ്റപ്പെടുത്തും. ആ സമയത്ത് മുത്തശ്ശി പറയും ഞാൻ ചോദിക്കാമെന്ന് പറയാം. അപ്പോൾ നവീൻ്റെ അച്ഛൻ പറയും ഇനി ഇത് പറ്റില്ല, ഇറങ്ങിക്കോളാൻ പറയും. അപ്പം നമ്മുടെ കീർത്തിയുടെ അമ്മ നിർമ്മല പറയും ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കത്തില്ല എന്ന് പറയുന്നത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ള രീതിയിലൊക്കെ പറയും. അങ്ങനെ എല്ലാവരും കൂടെ അവരെ കുറ്റപ്പെടുത്തുകയാണ്. അതിനുശേഷം നിർമ്മല നവീൻ്റെ അമ്മ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ അവർ നിർത്തുകയാണ്. അപ്പം നമ്മുടെ നവീനും എല്ലാവരും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.